ഹലോ ഗൈസ്. അപ്പോൾ ഞാനിന്ന് ന്യൂസിലാൻഡിൽ ഇൻവർ കാർഗിലിനടുത്തുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ എന്താ സംഭവം എന്നല്ലേ, എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഫ്രൂട്ട് എന്താന്ന്? ഇതാണ് നമ്മുടെ സാക്ഷാൽ ബ്ലൂബെറി. ഒരു റിച്ച് ഫ്രൂട്ടിൻ്റെ ഗണത്തിൽപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ് ബ്ലൂബെറി എന്ന് പറയുന്നത്. നമുക്കിന്നിവിടെ ബ്ലൂബെറി പിക്കിംഗ് ഇവിടെ ഒരു ആക്ടിവിറ്റി ആയിട്ട്, ഒരു ടൂറിസം പോലെ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നേക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഫാമിലി ഉണ്ടായിരുന്നു. ഫാമിലി തണുപ്പ് കൈമരയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വൈഫും കൊച്ചും വണ്ടിയിലേക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇത്രയും നേരം കൊണ്ട് ഇത്രയും ബ്ലൂബെറി കൊണ്ടൊന്ന് പറിച്ചു ഈ മരത്തിൽ നിന്നെല്ലാം. നമുക്ക് ഈ കാണുന്ന ഫുൾ മരത്തിൽ നിന്ന് എത്ര വേണമെങ്കിലും ബ്ലൂബെറി പറിക്കാവും. ഞങ്ങളൊരു ബക്കറ്റാണ് എടുത്തുകൊണ്ട് വന്നത്. എന്നിട്ട് പുറത്തിറങ്ങാൻ നേരത്ത് ഇതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ട് നമുക്ക് കാശ് കൊടുത്തിട്ട് പോവാം. അത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഒരു കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ബ്ലൂബെറി പിക്കിംഗ് തുടങ്ങട്ടെ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം. ഇതായിട്ട് കമ്പയർ ചെയ്യാനുള്ളൊരു ടേസ്റ്റുള്ളൊരു സാധനം എനിക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചതായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മൾബറിയുടെയൊക്കെ പോലത്തെ തന്നെ നല്ല പഴുത്ത മൾബറി ഇല്ലേ, അതിൻ്റെയൊക്കെ പോലത്തെ തന്നെ ഒരു ടേസ്റ്റാണ്. പക്ഷെ കുറേ കൂടെ ജ്യൂസിയാണ്. വായിൽ നല്ല ജ്യൂസ് ഇങ്ങനെ ഒഴുകി, നല്ല ടേസ്റ്റ്, അടിപൊളി. പിന്നെ ഇതിൻ്റെ ഈ കളറുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എന്തോ പൊടി പിടിച്ച എന്തോ മരുന്നടിച്ച പോലെയൊക്കെ ഇരിക്കും. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ തണുപ്പ് കാരണം ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഇതിങ്ങനെ ഒരു വെള്ളം ഫ്രോസ്റ്റ് അടിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. മഴ അയ്യോ കണ്ടോ, എല്ലാം അങ്ങനെ തന്നെയാണ് കണ്ടോ. ഇത് വെള്ളം ഫ്രോസ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ കയ്യൊക്കെ മരവിക്കുന്നു. ഓക്കെ.